the taste of your mind. Kiwi ice cream. Chill the fun. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, നിങ്ങൾ വെറുതെ നാണം കെടരുത്. സംഘികൾക്ക് പിന്നാലെ വാലാട്ടി നടക്കുന്ന ഒരു ഗവർണറിനെയല്ല കേരളത്തിന് ആവശ്യം. അതാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിങ്ങളെ തടഞ്ഞു നിർത്താനുള്ള കാരണവും. നാണം കെട്ടുപോയില്ലേ? പ്രതിപക്ഷ MLA-മാർ ഒരു ഗവർണറെ തടഞ്ഞു വെക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ ആട്ടിപ്പുറത്താക്കാൻ പ്രതിപക്ഷത്തുള്ള MLA-മാർ തയ്യാറായില്ലേ? അവർ മരണമാസായില്ലേ ഇന്ന് നിയമസഭയിൽ? പൊതുജനങ്ങളുടെ വികാരമാണ് പ്രതിപക്ഷ MLA-മാർ ഇന്ന് നിയമസഭക്കകത്ത് തുറന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾ ഒന്നുമല്ലാതായി പോയില്ലേ? നാണം കെട്ട് നിങ്ങൾ തല താഴ്ത്തുന്നത് ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കണ്ടില്ലേ? അതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഇവിടുത്തെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും പൊതുജന വികാരത്തെയും മതനിരപേക്ഷതയെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ മുൻപോട്ട് പോകുന്നുള്ളത്. തീർച്ചയായും ഹിന്ദു അജണ്ടയുടെ അല്ലെങ്കിൽ വർഗീയ അജണ്ടയുടെ കോമരങ്ങൾ പറഞ്ഞു തന്നത് കേട്ടിട്ട് കേരളത്തിന്റെ മണ്ണിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ച് കവലപ്രസംഗം നടത്തുന്ന ഒരു ഗവർണർക്ക് ഇതിലും വലിയ മറുപടി ഇനി ചരിത്രത്തിലില്ല. പ്രതിപക്ഷം നിങ്ങളെ ആട്ടിപ്പുറത്താക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ഭരണപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനും നിങ്ങൾക്കൊരു കിടിലൻ മറുപടി നൽകിയില്ലേ? നിങ്ങളെ കൊണ്ട് തന്നെ നിർബന്ധമായും വായിച്ചിരിക്കണമെന്ന് പറഞ്ഞ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള നിയമസഭയുടെ പ്രമേയം നിങ്ങളെ കൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിപ്പിച്ചില്ലേ ഇവിടുത്തെ ഭരണപക്ഷം, ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ? നിങ്ങളെ അകത്തേക്ക് കടക്കാതിരിക്കാൻ കാവലായി കൈ കോർത്ത് പിടിച്ചു നിന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ടല്ലോ, അവരാണ് ഈ കേരളത്തിന്റെ പൊതുജനങ്ങളുടെ വികാരം നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. പൊതുജനങ്ങളും അറിയിക്കും, അടുത്തത് ഉണ്ടാവുക തന്നെ ചെയ്യും. ജനാധിപത്യ മര്യാദയിലുള്ള നിയമവ്യവസ്ഥകളെ മാനിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നിങ്ങൾക്ക് നേരെ ഇനിയും ഉണ്ടാകാൻ വേണ്ടി പോകും. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് നിയമസഭക്കകത്തെടുത്ത ചില നിർണായക തീരുമാനങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയുക, ഇത് കേരളത്തിന്റെ മണ്ണാണ്. ഈ മണ്ണിൽ സംഘപരിവാറിന് ഒരു തരത്തിലും ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അതിനി ഏത് ഉയർന്ന പോസ്റ്റിലിരുന്ന ആളായാലും, ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഏതൊരു വ്യക്തി വന്നു കഴിഞ്ഞാലും ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാറിന്, RSSന്, BJPക്ക് കുഴലൂത്ത് നടത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ വേസ്റ്റാണ്. അതാരായാലും ശരി, അതാണ് ഈ കേരളത്തിന്റെ ഒരു തുടിപ്പ്. കാരണം ഇവിടെ അത് ഏത് വർഗീയതയായാലും അതിനെ തോൽപ്പിക്കാൻ കേരളത്തിലെ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ തോളോട് തോള് ചേർന്നുകൊണ്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഗവർണറെ ഇങ്ങനെയൊരു നാണക്കേട് നിങ്ങൾക്ക് നിയമസഭയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിനെ വിട്ടുപിടി. എന്നിട്ട് ഉത്തരേന്ത്യയിലെ സംഘികളുടെ സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവിടെ നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്യാൻ നോക്കൂ. ചിലപ്പോൾ അവിടെ നടന്നേക്കാം. കാരണം അവർ ചിലപ്പോൾ നിങ്ങളോടും വിവേചനം കാണിച്ചേക്കാം. പേരങ്ങനെയാണല്ലോ, അത് മറക്കാതിരുന്നാൽ മതി. ഇത് കേരള നിയമസഭയുടെ കലക്കൻ മറുപടിയാണ്. ഓർത്ത് വെച്ചോളൂ, ആൺകുട്ടികളാണ് ഈ കേരളത്തിന്റെ മണ്ണിലുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.